ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്ന, നമ്മളിൽ പലരും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥയെ പറ്റിയാണ്. അതിൻ്റെ പേരാണ് ഡിപ്രഷൻ. അടുത്ത സമയം വരെയും ഇതിനെപ്പറ്റി വലിയ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളുമൊക്കെയും നമ്മൾ കണ്ടതാണ്. മലയാളത്തിൽ ഡിപ്രഷനെ വിഷാദമെന്നാണ് വിളിക്കുന്നത്. ഇതൊരു മാനസികാവസ്ഥയാണ്. അതായത് ഈ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് അമിതമായിട്ടുള്ള ദുഃഖം, അതുപോലെ സന്തോഷം കണ്ടെത്താനോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനോ പറ്റാത്ത ഒരവസ്ഥ, അതുപോലെ ജീവിതത്തിനോട് ഒരുതരം വെറുപ്പും, അതുപോലെ ജീവിക്കാൻ തന്നെ ഒരു ഉത്സാഹമോ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ഉണ്ടാകില്ല. ലൈഫിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല നമുക്ക് ഒട്ടും താങ്ങാൻ പറ്റാത്ത അവസ്ഥകളിലൂടെയും സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴോ ഒക്കെയാണ് പല ആളുകളും ഡിപ്രഷനിലേക്ക് പോവാറ്. അതുകൊണ്ട് തന്നെ ആരും എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. പല ആളുകളും ചെയ്യുന്നത് ഡിപ്രഷനായി എന്നും പറഞ്ഞുകൊണ്ട് ഒരു മുറിക്കകത്ത് കയറി ഒറ്റയ്ക്ക് കതകു അടച്ച് കൂനിക്കൂടിയിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമുക്കെടുക്കാവുന്ന കുറച്ച് ആക്ഷൻസ്, ആ ആക്ഷൻസിലൂടെ നമ്മുടെ ഉള്ളിലുള്ള ഡിപ്രഷനെ നമുക്ക് തന്നെ ഒരു പരിധി വരെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കഴിയുമെങ്കിൽ നിങ്ങളുടെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന കൂട്ടുകാർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കുക. ഡിപ്രഷനെ പറ്റി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും അതുപോലെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. വീഡിയോ പറയുന്ന ആദ്യത്തെ ആക്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ചെറിയൊരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കുറച്ച് ദൂരം നടക്കുകയോ, ഇനി അതുമല്ല റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ആ റൂമിനുള്ളിൽ തന്നെ സ്പേസ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടക്കാൻ ശ്രമിക്കുക. സ്പീഡിൽ നടക്കാമെങ്കിൽ സ്പീഡ് നടക്കുക, പതുക്കെ നടക്കാമെങ്കിൽ പതുക്കെ നടക്കുക. ഇനി അതുമല്ലെങ്കിൽ എന്തെങ്കിലും പാട്ട് കേട്ടോണ്ട് നടക്കാം, അതുമല്ലെങ്കിൽ ഡാൻസ് കളിക്കാം. തമാശ പറയല്ല, അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. നിങ്ങൾ തന്നെ അതിനു വേണ്ടിയിട്ട് നിങ്ങളെ പുഷ് ചെയ്യുക. അതുപോലെ ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്നവർക്ക് വിശപ്പ് കുറവായിരിക്കും. ഇൻ കേസ് അങ്ങനെ ആണെങ്കിൽ കൂടി നിങ്ങൾ നല്ല രീതിയിൽ നറേഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്യുക. ന്യൂട്രിയൻസ് റിച്ച്ഡ് ആയിട്ടുള്ള, പ്രോട്ടീൻ റിച്ച്ഡ് ആയിട്ടുള്ള ഫുഡ് ഈ സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ കഴിക്കാൻ ശ്രമിക്കണം. വിശപ്പില്ലെങ്കിൽ കൂടി നിങ്ങൾ മെനക്കെട്ടിരുന്ന് കഴിക്കാൻ ശ്രമിക്കണം. കാരണം ഈ സമയത്ത് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നിങ്ങളുടെ ഹെൽത്തിനാണ്. ഈ സമയത്തല്ല, എല്ലായ്പ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിന് കാര്യമായ രീതിയിൽ പ്രാധാന്യം കൊടുക്കണം. ഡിപ്രഷനാണ്, എനിക്ക് വിശപ്പില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും മാറിയിരിക്കരുത്. ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോൾ അമിതമായിട്ട് വിശക്കുന്ന ആളുകളുമുണ്ട്. സ്റ്റിൽ യു മസ്റ്റ് ബി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. അതുപോലെ നിങ്ങൾ വിഷമങ്ങൾ പറഞ്ഞാൽ അത് കേൾക്കാൻ മനസ്സുള്ള ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒരു വിശ്വസ്തനായ സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ, ആ സുഹൃത്തിനോട് നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമത്തെപ്പറ്റി മുഴുവനായും പറയുക. ഇനിയും നിങ്ങൾക്ക് അങ്ങനെ ഒരു സുഹൃത്തില്ല, അതുപോലെ നിങ്ങൾക്കാരെയും വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബുക്ക് എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ വിഷമത്തെപ്പറ്റി ഡീറ്റെയിൽ ആയി എല്ലാം തന്നെ ആ ബുക്കിൽ എഴുതുക. എന്ത് തരം വിഷമങ്ങൾ വന്നാലും, അതിപ്പോൾ ഒരാളോട് പറയാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് അത് വിശദമായി ആ ബുക്കിൽ എഴുതി വെക്കാം. നമ്മൾ ഒരാളോട് നമ്മുടെ വിഷമം പറയുമ്പോഴും അതുപോലെ ഒരു ബുക്കിൽ എഴുതി വെക്കുമ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഭാരം കുറയുകയാണ് ചെയ്യുന്നത്. അടക്കി വെക്കാൻ പറ്റാത്ത അത്രയും വിഷമം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ മുറി അടച്ചിട്ടിരുന്ന് നല്ല രീതിയിൽ കരയുക. മനസ്സിൻ്റെ ഉള്ളിലുള്ള വിഷമത്തെ പൂർണ്ണമായിട്ടും പുറത്തു കളയാനുള്ള ഒരു മാർഗമാണ് കരച്ചിലെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കരയുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. വിഷമത്തെ നമ്മുടെ മനസ്സിൽ അടക്കി വെച്ചാൽ അതൊരിക്കലും ഇല്ലാതാവുകയില്ല, കൂടുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ എത്ര വയസ്സുള്ള പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും നിങ്ങൾക്ക് വിഷമം തോന്നുന്നു എന്നുണ്ടെങ്കിൽ കരയാൻ മടി കാണിക്കേണ്ട യാതൊരു കാര്യവുമില്ല. മറ്റൊരാളുടെ മുന്നിൽ കരഞ്ഞു കാണിക്കാൻ പ്രയാസമാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്നാണെങ്കിലും അത് ചെയ്യാം. അപ്പോൾ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ഗുഡ് ബൈ.